ഇക്കഴിഞ്ഞ ദിവസം പറവൂരിൽ മറ്റൊരു ലൈംഗിക വിവാദം ഉണ്ടായപ്പോൾ ഇടതുപക്ഷം അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നാം എല്ലാവരും കണ്ടു. വളരെ രസകരമായ ഒരു കാര്യം ആ ആരോപണ വിധേയനായ MLA മാധ്യമങ്ങളുടെ മുന്നിൽ വന്നെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇവിടെ നടന്ന ഈ ലൈംഗിക കേളിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്രകാരം ഒരു സംഭവത്തെക്കുറിച്ച് തിരുവനന്തപുരത്തിരുന്ന KM ഷാജഹാൻ എങ്ങനെ അറിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയവും ചോദ്യവും. അന്നേരം ഇതേ സംശയമാണ് ഞങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളത്. അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3.5 വർഷത്തിന് മുമ്പുള്ള ഈ ഗർഭത്തെക്കുറിച്ച് നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? രാഹുലിനെ ക്രൂശിക്കുവാൻ ശ്രമിച്ച സകല നായകളോടുമാണ് ഞങ്ങളുടെ ഈ ചോദ്യം. ഈ ആരോപണ വിധേയനായ MLA ചോദിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഈ സംഭവത്തെക്കുറിച്ച് തിരുവനന്തപുരത്തിരുന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതേ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. 3.5 കൊല്ലം മുമ്പ് നടന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കേക്കച്ചൻ എന്ന ആ നായയോട് ഞങ്ങൾ ചോദിക്കുകയാണ്, എൻ്റെ ബോധ്യത്തിൽ എന്ന് പറഞ്ഞ ഏത് ബോധ്യത്തിൽ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്രകാരം കള്ളത്തരങ്ങൾ പടച്ചുവിടുന്നത്? ഇവിടെയുള്ള മാധ്യമങ്ങൾ, ഫേക്ക് ന്യൂസ് ഫാക്ടറികൾ, കാട്ടുകള്ളന്മാരുടെയും മരംകൊള്ളക്കാരന്മാരുടെയും ബിനാമികളുടെയും ചാനലുകൾ എന്ത് ബോധ്യത്തിൻ്റെ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരം നാറിത്തരങ്ങൾ പടച്ചുവിട്ടത്? ഇന്ന് ഈ ആരോപണ വിധേയരെ വെള്ളപൂശുവാൻ, അവരുടെ വാക്കുകൾ വാരി വെതറുവാൻ നീട്ടിപ്പിടിച്ച കോലുമായി മാധ്യമങ്ങൾ കാത്തുകെട്ടി നിൽക്കുകയാണ്. ഇവർ എന്താണ് മൊഴിയുന്നത്? ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വഭാവശുദ്ധിയുടെയും ഭാവശുദ്ധിയുടെയും പര്യായമായി ഇവരെ നമുക്ക് വാഴ്ത്തി പാടണം, ഇവരെ അതുപോലെ പ്രതിഷ്ഠിക്കണമെന്ന് തോന്നിപ്പോകും. ഇവരെ ന്യായീകരിക്കുവാൻ നിൽക്കുന്ന ഈ മാധ്യമങ്ങളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇതുപോലുള്ള വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നില്ലേ ഈ നാട്ടിൽ ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും പരസ്പര സമ്മതത്തോടെ പരസ്പര അണ്ടർസ്റ്റാൻഡിങ് കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ, ഒരുമിച്ച് താമസിക്കുന്നതിനോ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനോ, ഒരുമിച്ച് സന്തോഷിക്കുന്നതിനോ നിയമപരമായി യാതൊരു തടസ്സവും ഇല്ല എന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ വേട്ടയാടുന്നത്, ക്രൂശിക്കുന്നത്? ഇത്തരം ആരോപണങ്ങൾ വന്നാൽ രാഹുലിന് മാത്രമേ വേദനിക്കത്തുള്ളൂ, രാഹുലിന് മാത്രമേ അമ്മപെങ്ങന്മാരുള്ളൂ, രാഹുലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ടാവൂ. ഇത്തരം ആരോപണങ്ങൾ പടച്ചുവിട്ട കോഴിയെയും മൂരിയെയുമായി പ്രകടനം നടത്തിയ സകല നാറികളും ഈ അനുഭവത്തിലൂടെ കടന്നു പോകണം. ഇപ്രകാരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ എത്രത്തോളം സ്വയമായും കുടുംബത്തെയും തങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും ഇത് ബാധിക്കും, ഇത് വേദനിപ്പിക്കും എന്ന ആ വിചാരങ്ങൾ നിനക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ന്യായീകരിക്കുവാൻ കൂടെ മാമകളുള്ളപ്പോഴും മാധ്യമവേശികളുള്ളപ്പോഴും മീഡിയ സിൻഡിക്കേറ്റുകളുള്ളപ്പോഴും എന്തൊക്കെ നാരിത്തരങ്ങൾ കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളെല്ലാം ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന് മാത്രം കരുതരുത്. മാധ്യമങ്ങളിലൂടെ ഇപ്രകാരം ഓരോ കാര്യങ്ങൾ വിളമ്പുമ്പോഴും ഇതെല്ലാം ജനങ്ങൾ അതേപടി വിഴുങ്ങുകയാണ് എന്ന ധാരണ വേണ്ട. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്രകാരം മൂടിവെക്കപ്പെട്ട വിവാദങ്ങൾ ഇതെന്തുകൊണ്ട് വാർത്തയായി? ഇവിടെയുള്ള സമൂഹ മാധ്യമങ്ങളാണ് ഇന്നലെ അന്തിച്ചർച്ചയിലിരുന്ന് ഇതിൻ്റെ എല്ലാം മൊത്തക്കച്ചവടം, അപവാദങ്ങളുടെയും ഭീഷണികളുടെയും മൊത്തക്കച്ചവടം നടത്തുന്ന ആ മരമുറി കാട്ടുകള്ളന്മാരുടെ ചാനലിലെ ആ മാധ്യമ വ്യഭിചാരികളിരുന്ന് ചർച്ച ചെയ്യുന്നത് കണ്ടു. കേരളം വലിയ അപകടത്തിലാണ്, സൈബർ കൊട്ടേഷനാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ജനങ്ങൾ ചിരിച്ച് പുച്ഛിച്ച് തള്ളി. ഇനി നമുക്ക് ആരോപണ വിധേയനായ ആ MLAയുടെ ചോദ്യം കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ന്യായമായ സംശയം, ഈ പറവൂരിൽ നടന്ന സംഭവം എങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന ഷാജഹാൻ അറിഞ്ഞു എന്നാണ്. കഴിഞ്ഞ 2 ദിവസമായി സകല മാധ്യമങ്ങളും മത്സരിച്ച്
ഇവർക്ക് വേണ്ടുന്ന മാധ്യമ കവറേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രതികരണങ്ങൾ തുടരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവർക്കെതിരെ വാർത്ത നൽകിയ യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് വിവരം. ഇവരെയെല്ലാം ചോദ്യം ചെയ്യുവാനായി വിളിപ്പിച്ചു തുടങ്ങി എന്നുമാണ്. ഇതിൽ നിന്നെല്ലാം കോൺഗ്രസും കേക്കച്ചനും പഠിക്കേണ്ടുന്ന ഒരു പാഠം, ഇപ്രകാരം ആരോപണങ്ങൾ ഉണ്ടായാൽ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ഒരു വിവാദം ആളി കത്തിക്കുവാൻ ഇവർ ശ്രമിച്ചുവെങ്കിലും തുടക്കത്തിൽ ഇവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാധ്യമങ്ങളെ നിയന്ത്രിക്കുവാനും മാധ്യമങ്ങളെ നിശബ്ദരാക്കുവാനും ഇവർക്ക് സാധിച്ചു. പക്ഷേ ഇവരുടെ കൈവിട്ട് പോയി ഡിജിറ്റൽ മാധ്യമങ്ങൾ ഈ വിഷയം ആളിക്കത്തിക്കുകയും ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാകുകയും ചെയ്തപ്പോൾ ഇവരിതാ ഇപ്പോൾ ന്യായീകരണവുമായി എത്തിയിരിക്കുകയാണ്. മത്സരിച്ച് ഇവരെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ചിലപ്പം ഇതിൻ്റെ ഇരകളെന്ന് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ പരമോന്നത പദവികൾ വരെ കൊടുത്തേക്കാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രമുഖ മണ്ഡലം തന്നെ ചിലപ്പോൾ മത്സരിക്കുവാൻ കൊടുത്തേക്കാം. എന്നാൽ കോൺഗ്രസ് പ്രസ്ഥാനം എന്താണ് ചെയ്തത്? ഇപ്രകാരം ഒരു ആരോപണമുണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന, അദ്ദേഹത്തെ നശിപ്പിക്കുവാനുള്ള, അദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള, അദ്ദേഹത്തെ ശത്രുക്കൾക്ക് വേട്ടയാടുവാനുള്ള ഒരു അവസരമാണ് അവർ ഉണ്ടാക്കി കൊടുത്തത്. ഇനി നമുക്ക് ആരോപണ വിധേയനായ ആ MLA-യുടെ പ്രതികരണം കേട്ട ശേഷം ഉടൻ തന്നെ മടങ്ങി വരാം. ഈ സമീപ ദിവസങ്ങളിൽ വലിയ തോതിലുള്ളൊരു സൈബർ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള ഒരാളാണ് ഞാൻ. KN ഉണ്ണികൃഷ്ണൻ MLA. നമ്മുടെ എറണാകുളം ജില്ലയിലെ പറവൂർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ആദ്യമായി വരുന്നത്. പറവൂരുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ശ്രീ CK ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്നെയും അതുപോലെ തന്നെ CPIM-ന്റെ നേതാവും അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവുമായ മറ്റൊരു മഹതിയുടെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തെറ്റായ, തികച്ചും വ്യാജമായിട്ടുള്ള ഒരു പ്രചരണം സംഘടിപ്പിച്ചത്. അതിനെ തുടർന്ന് മെട്രോ വാർത്തയും പ്രതിപക്ഷം എന്ന ഓൺലൈൻ ചാനൽ, ശ്രീ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ ചാനലും ഈ വാർത്തകൾ ഏറ്റെടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അങ്ങേയറ്റം കടുത്ത ഒരു ആക്രമണത്തിനാണ് വിധേയമായത്. ഈ സംഭവം തീർച്ചയായും നമ്മുടെ സമൂഹം അപലപിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിന് ഉന്നതമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ഒരു മതനിരപേക്ഷമായ ഉള്ളടക്കവും പരസ്പരം സഹവർത്തിത്വവും സാഹോദര്യവും എല്ലാം അടങ്ങുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചർ നമുക്കുണ്ട്. എന്തെല്ലാം ഭിന്നാഭിപ്രായങ്ങളും പ്രത്യയശാസ്ത്രപരമായ ചേരിതിരിവുകളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം പരസ്പരം മനസ്സിലാക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതെല്ലാം തകർക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി നടന്നിട്ടുള്ള ഈ പ്രചരണങ്ങൾ. ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ വ്യക്തിപരമായി എന്റെ സാമൂഹ്യ പ്രവർത്തനത്തെയും എല്ലാം തകർക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ അങ്ങേയറ്റം ജീർണിച്ച ഒരവസ്ഥയിലെത്തിയിട്ടുള്ള ശക്തികളാണ്. ഇതിൽ നമ്മളെ തകർക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നുള്ളത് കാലത്തിനു മുമ്പേ പല ആളുകളും പയറ്റിത്തെളിഞ്ഞ എന്നാൽ പരാജയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു തനി ആവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിലെന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചൊരു കാര്യം, മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന ശ്രീ ഷാജഹാൻ, അദ്ദേഹം നേരത്തെ ഇടതുപക്ഷവുമായി സഹകരിച്ചിരുന്ന ആളാണ്, അതിന്റെ വക്താവായിരുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ
അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തെ പുറന്തള്ളിയതാണ്. അതിനുശേഷം അങ്ങേയറ്റം ഇടതുപക്ഷ വിരുദ്ധതയോടെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോടെ അദ്ദേഹം മാധ്യമരംഗത്തും അതുപോലെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന രാഷ്ട്രീയ ശക്തികളുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഷാജഹാൻ ഇത്തരത്തിലുള്ളൊരു വാർത്ത ചമച്ചുവിട്ടത്. തെറ്റായ ഒരു സംഭവം അത് നടന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ, അതാണല്ലോ ഗീബൽസ്യൻ തന്ത്രത്തിന്റെ പ്രത്യേകത. ഒരു കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നുണ അത് 100 ആവർത്തിച്ചാൽ അത് ശരിയാണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുമെന്നുള്ള ഗീബൽസ്യൻ തന്ത്രം, ആ തന്ത്രത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ് ഇവിടെ ഷാജഹാൻ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം തത്സമയം ഒരു പ്രക്ഷേപണം നടത്തുന്നതുപോലെ, അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സ്വാഭാവികമായും ആളുകൾ അത് വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള, കാരണം അദ്ദേഹം മുതിർന്ന പത്രപ്രവർത്തകനാണ്, അതിന്റെ ടെക്നിക്സ് എല്ലാം അറിയാവുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ പറവൂര് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം എങ്ങനെയാണ് കിലോമീറ്ററുകൾ ദൂരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഷാജഹാന് ഇത്തരത്തിലുള്ള വാർത്തകൾ എങ്ങനെ ലഭ്യമായി എന്നുള്ളത് ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പറവൂരുള്ള ബന്ധങ്ങൾ എന്താണ്, കോൺഗ്രസ് രാഷ്ട്രീയവുമായി അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ എന്താണ്, ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ശ്രീ CK ഗോപാലകൃഷ്ണൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്താണ്, അദ്ദേഹം നൽകിയ വാർത്തയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകിയ വാർത്തയാണോ, അതെല്ലാം മാന്യമായി വ്യക്തമാക്കേണ്ട ചുമതല സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് ശ്രീ ഷാജഹാൻ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. എന്തായാലും ഇത് നമ്മുടെ ഒരു സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരത്തിന് കളങ്കം ഏർപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഇതിനെ നമുക്ക് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്, പക്ഷേ അതിന് അനന്തമായ സാധ്യതകളുണ്ട്, നന്മകളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ചില ദോഷങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യാനായിട്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒരു മാതൃകയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും വ്യക്തി എന്ന നിലയിൽ ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ, അതുപോലെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം ഹനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ പടച്ചുവിടുന്ന ആളുകൾ ആലോചിക്കണം. നമുക്കെല്ലാം ഒരു കുടുംബമുണ്ട്, ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബവും അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ എല്ലാം മനോഗതിയെയും മനോവികാരത്തെയും എല്ലാം ഇത് ബാധിക്കും. അവരെ എല്ലാം സങ്കടത്തിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണ് എന്നുകൂടി അവർ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഈ വാർത്തകൾ പൊതുസമൂഹം ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നില്ല, അത് തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളത് വരുന്നുണ്ട്. ഇവിടെ പല ഇതിന്റെ ലിങ്കുകളെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒട്ടേറെ ആളുകൾ രാഷ്ട്രീയ ഭേദമേന്യേ ഇതിന്റെ പ്രചാരം ഏറ്റെടുത്തിട്ടുള്ളവരുണ്ട്. എന്നാൽ സ്വാഭാവികമായും ഇടതുപക്ഷത്ത് നിൽക്കുന്ന 2 വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങൾക്കെതിരായ ഒരു കാര്യമായതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒട്ടേറെ പ്രാദേശിക നേതാക്കന്മാർ ഇത് ഷെയർ ചെയ്യപ്പെടുന്ന, വാശിയോടെ ഷെയർ ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതിന് കോൺഗ്രസിന് ഇതിൽ ബന്ധമില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം തീർച്ചയായും അത് നിഷേധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ആരെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ടതാണ്, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. തെറ്റായ വ്യാജമായ കള്ളപ്രചരണങ്ങൾ നടത്തിയ ഇതുപോലുള്ള മാധ്യമപ്രവർത്തകരെ, നവമാധ്യമ രംഗത്തുള്ള ശക്തികളെ ദുഷ്ടശക്തികൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ സമൂഹത്തിലെ ഇരുട്ടിന്റെ സന്തതികളായിട്ടുള്ള ഇത്തരം വ്യക്തിത്വങ്ങളെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടവും ഇവരെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായും ഇത്തരം കാര്യങ്ങൾ നേരിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും ആലുവ SP-ക്കും വൈപ്പിൻ ഉൾപ്പെടുന്ന പ്രദേശത്തെ DYSP-ക്കും ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇത്രയും ദിവസം ഞാൻ നിയമസഭാ സമ്മേളനത്തിലായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി മുനമ്പം DYSP ഓഫീസിൽ ഹാജരായി ഞാൻ എന്റെ മൊഴി നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ശക്തികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇപ്പൊ ടീച്ചറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ FIR ഇട്ട് കഴിഞ്ഞു. ഗവൺമെന്റ് ആണെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചു. വളരെ വേഗം തന്നെ ഈ കാര്യങ്ങൾ വളരെ ഗൌരവത്തോടുകൂടി എടുക്കുന്നതിന്റെ സൂചനകളാണിത്.
അങ്ങനെ വന്നതോടുകൂടി തന്നെ പല ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റും അവരിട്ട പോസ്റ്റുകളെല്ലാം പിൻവലിക്കുന്ന പ്രവണതകളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ കഴിയും. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ വരും എന്ന് കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും പല ആളുകളും പിൻവാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു കൈവിട്ട സൂത്രം പോലെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായ മാർഗങ്ങൾ ഞാൻ അവലംബിക്കുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പൊതുസമൂഹത്തിന്റെയും എന്റെ എല്ലാ സൗഹൃദങ്ങളുടെയും പിന്തുണകളും എല്ലാം എനിക്ക് നൽകി വരുന്നുണ്ട് എല്ലാവരും. അവരോടെല്ലാം എന്നെ ആശ്വസിപ്പിക്കാനും എന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുമെല്ലാം മുന്നോട്ട് വന്ന എല്ലാ സൗഹൃദങ്ങളോടും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദിയും എന്റെ കടപ്പാടും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.